ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ടോർമാക്കിൻ്റെ ഒരു ബൂസ്റ്റർ പമ്പാണ്. സിലിണ്ടർ കപ്പാസിറ്റി 24 ലിറ്റർ സിലിണ്ടർ കപ്പാസിറ്റി ഉള്ള ഒരു ബൂസ്റ്റർ പമ്പ്. അപ്പോൾ അതിൻ്റെ ഫിക്സിങ്ങൊക്കെ നമ്മൾ മുമ്പൊക്കെ കുറേ വീഡിയോയിൽ കാണിച്ചതാണ്. ഒരുപാട് പമ്പുകളൊക്കെ വെക്കുന്നത്. എന്നാലും പുതിയ പുതിയ അപ്ഡേഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ പോരായ്മകൾ വിലയിരുത്തിയിട്ട് അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഓരോരോ വീഡിയോ ചെയ്യുമ്പോഴും ഓരോരോ പമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്ത് വിടുന്നത്. നോർമലി എല്ലാ ഇതിലും കാണുന്ന പോലെ നമ്മളെ NRV ഒരു 5-way കണക്ടർ, പിന്നെ അതുപോലെ തന്നെ ഒരു ഗേജ് മീറ്റർ, പ്രഷർ സ്വിച്ച്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പ്രഷർ സ്വിച്ച് ഫുള്ളും ഡൺഫോഴ്സിലാണ് വരിക. അപ്പോൾ ഈ ഡൺഫോഴ്സ് പ്രഷർ സ്വിച്ച് ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റേഞ്ചും ഡിഫറൻസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ നമ്മളെ വീഡിയോയിൽ ആദ്യം നമ്മൾ ഇത് കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഹെഡ് റേഞ്ച് വരുന്നത് 23 മീറ്ററാണ് ഇതിൻ്റെ ഹെഡ് കാണിക്കുന്നത്. 16 മുതൽ 32 വരെ റേഞ്ച് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 3 ബാർ പ്രഷർ അത്രയും നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. 3 ബാർ പ്രഷറിൽ നമുക്കിത് സുഖമായിട്ട് ലോഡ് ചെയ്യുക. ഒരു 4 ബാത്റൂമും 5 ബാത്റൂമൊക്കെ ലോഡ് ചെയ്യുക. ഈ ലോഡിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നിച്ച് തുറക്കുന്ന കാര്യമല്ല കേട്ടോ. ഒന്നിച്ച് തുറക്കുകയാണെങ്കിൽ ഈ 4 ബാത്റൂമും ഈ പമ്പ് ധാരാളമാണ്. നമ്മൾ 1 ബാർ പ്രഷർ 2 ബാർ പ്രഷറൊക്കെയാണ് നമുക്ക് ഒരു സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ബാത്റൂമും 2 ബാത്റൂമൊക്കെയാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ സിലിണ്ടർ ഏകദേശം 24 ലിറ്ററാണ് നമ്മളെ സിലിണ്ടർ കപ്പാസിറ്റി. അപ്പോൾ മോട്ടറിൻ്റെ HP അനുസരിച്ച് പിന്നെ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി കൂടും. പിന്നെ 61 ലിറ്ററോ 62 ലിറ്റർ എങ്ങാണ്ട് വരുന്നുണ്ട്. അത് പിന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് അല്ല കേട്ടോ, അത് സെപ്പറേറ്റ് വേറെ തന്നെ വെക്കണം. പിന്നെ അങ്ങനെ ബാത്റൂം കൂടുന്നതിനനുസരിച്ചാണ് പമ്പുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരിക. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ഒരു സെൽസറിൻ്റെ ഒരു ടാങ്കാണ്. പക്ഷേ ഇവിടെ നമ്മളെടുത്ത് നേരത്തെ ഒരു ഫോൾട്ട് പറ്റിയിരുന്നു. അത് നമ്മളിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഇവിടെ ഈ ബബിൾസ് ലെവൽ വെച്ചത് കണ്ടോ, ഈ ലെവൽ ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ ഒരു 2 സെൻറ്റിമീറ്റർ താത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. മുമ്പ് ടാങ്കിൻ്റെ ഭാഗത്തേക്കായിരുന്നു ചെരിവ്. അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് 1 ടൈം വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ടാങ്ക് എംപ്റ്റി ആയി കഴിഞ്ഞാൽ തീരെ വെള്ളം വരില്ലായിരുന്നു. അപ്പോൾ പിന്നീടാണ് നമ്മളതിൽ ആ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ നമ്മളത് കട്ട് ചെയ്ത് ഒരു 2 സെൻറ്റിമീറ്റർ താത്തി അടിച്ച് ആ പ്രശ്നം അവിടെ സോൾവായി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കൂടി എൻ്റെ ഈ നമ്മളെ ഫാൾട്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഒരു 2 സെൻറ്റിമീറ്റർ നമ്മൾ പൈപ്പിൻ്റെ ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ചെരിച്ച് 2 സെൻറ്റിമീറ്റർ ഒരു സ്ലോപ്പിൽ വേണം നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ. ടാങ്കിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് വെള്ളം എംപ്റ്റി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു തുള്ളി വെള്ളം വരില്ല. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രഷർ പമ്പിനുള്ള എല്ലാ സെറ്റിങ്സും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് ഓരോന്ന് ഫിറ്റ് ചെയ്യുക. അതിന് മുമ്പ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ത്രെഡൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കയറ്റി റെഡിയാക്കിയിട്ട് ഒന്ന് റിലീസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഷെല്ലക്ക് വെക്കണമെങ്കിൽ ഷെല്ലക്ക് വെക്കുക. പിന്നെ ഈ 5-way കണക്ടറൊക്കെ പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ബ്രാസാണ്, ഹീറ്റായി കഴിഞ്ഞാൽ ക്രാക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പമ്പിനെ കുറിച്ച് ഒന്ന് പറയാനുള്ളത്. എന്താ വെച്ചാൽ എല്ലാവരും ഫിറ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഈ സ്വിച്ചിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവപ്പെടാറുള്ളൂ. കാരണം ചിലവർ പ്രഷർ കൂട്ടി വെക്കും. 4 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 2 തുടങ്ങുക, എന്നിട്ട് മാക്സിമം നോക്കിയിട്ട് ചെയ്യുക. പിന്നെ അത് നമ്മളൊരു സെൽഫ് ഡ്രൈവറിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതിന് സെൽഫ് അടിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ വലിയ ഹെവി പരിപാടിക്കൊന്നും ആ സാധനം പറ്റില്ല. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതാണ് പ്രഷർ പമ്പ് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ അപ്പെക്സിൻ്റെ 2 വാൽവ് യൂണിയനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഇഞ്ചിൽ ഒരു 1.5 കേട്ടോ വാൽവ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം 1.5 വാൽവ് സെറ്റ് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ചിൽ ചെറിയൊരു കട്ടിങ്, കുറച്ച് നീളമൊന്നും കൂടുതലില്ല, തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം കാര്യങ്ങളൊക്കെ. 2 ഇഞ്ചിലാണ് പൈപ്പ് ലൈൻ ഇറങ്ങുന്നത്. ഒരു പിന്നെ സോളാറിനുള്ള ലൈൻ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു ഫ്ലോട്ടും കൂടി ഉണ്ട്. ആ ഫ്ലോട്ട് സ്വിച്ചും കൂടി വെച്ചിട്ട് നമുക്ക് ട്രയൽ റൺ അടിച്ചിട്ട് പ്രഷറൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതും കൂടി ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പമ്പിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ.